ഒരു പുതിയ ലോകക്രമം ഉണ്ടായി വരുന്നതായിട്ടാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. റഷ്യയും അമേരിക്കയും വലിയ ചങ്ങാത്തത്തിലായി മാറിയിരിക്കുന്നു. ട്രംപ് പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു. എന്താണ് ഈ മാറിയ ലോകക്രമം സൂചിപ്പിക്കുന്നത്? ലോകക്രമം മാറിയിട്ട് കുറേ കാലമായല്ലോ. സോവിയറ്റ് റഷ്യ ഇല്ലാതായതോടുകൂടി ലോകക്രമം മാറിയിട്ട്. അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രോബ്ലം എന്തായിരുന്നു? അവരുടെ ഇടയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിസം. അവരുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് റഷ്യയിലെ കമ്മ്യൂണിസം USSR പോയതോടുകൂടി അത് തീർന്നു. USSR പോയതോടുകൂടി ആ ഒരു പ്രശ്നം തീർന്നു. കമ്മ്യൂണിസം ലോകത്തെ മൊത്തം പടർന്ന് പിടിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടി വളരെ ലൈവായിരുന്നു. അങ്ങനെ പടർന്നു വന്നലിച്ച് ലോകത്ത് പുതിയൊരു വർഗമൊന്നും ഇല്ലാതാവില്ല, പുതിയൊരു എലീറ്റ് ഉണ്ടാവും. താഴെ തട്ടുന്ന വന്ന ഒരു പുതിയ ഭരണവർഗം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിസം എല്ലാ അന്ന സ്ഥലത്തെ കഥ സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഒരു മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് ചേരികൾ എന്ന് പറയുന്നത് മാറിയിട്ട് ഒരു കമ്മ്യൂണിസം പോയിട്ട് ആ സ്ഥാനത്തേക്ക് കുറെ കൂടി അല്ല, കമ്മ്യൂണിസം ലോകത്ത് മൊത്തം വന്നിരുന്നത് സംഭവിക്കാൻ പോകുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യം ഒന്നുമല്ല. തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു എലീറ്റ് ഉയർന്നു വരും. അവരുടെ സർവാധിപത്യം. അത് ലോകം ഇതുവരെ നമ്മളിപ്പോൾ ചൈനയിൽ കാണുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഭീകരമായിരിക്കും. കാരണം പോൾ വോൾട്ട്, സ്റ്റാലിൻ, ചൈനയിൽ നമ്മൾ കാണുന്നത് ഒരു കാരണം ബാക്കി എല്ലാവർക്കും എന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് എല്ലാം മോളിൽ ഒരാൾ കാണുന്നു എന്നുള്ള ഫീലുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ഒരു മനസാക്ഷി ഇല്ലാതെ ചെയ്തു കളയും. കാരണം ഇത് മോളിലൊരാളെ പേടിയില്ല. അതാണ് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നം. നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്യുമ്പോഴും നരേന്ദ്രമോദിക്ക് ഒരു പേടി ഉണ്ടാവും. കർമ്മ ഫലാതി എന്നൊക്കെ പറഞ്ഞു. ഇതാ പേടിയില്ലല്ലോ. ഒരു ഫിലോസഫിക്കലായ അങ്ങനെ സാധനം ലക്ഷ്യമാകാം. എന്തായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നാണ്. നന്നാവണമെന്നല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്ന അകൽച്ചയുള്ളൂ. ഇപ്പം രണ്ടാം ലോകം സത്യത്തിൽ റഷ്യ ഇത്ര മാത്രം ഫൈറ്റർ പ്ലെയിനുകളൊക്കെ ഡെവലപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരും കൊടുത്തതാണ്. ഇത് രണ്ടാം ലോകമായതിൻ്റെ സമയത്ത് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവസാനം ഇവർ കന്നതിലും വലിയ തട്ടായിരുന്നു നാസിസം. നാസിസത്തിനെതിരെ എന്നുവെച്ചാൽ ജൂതന്മാർക്കിട്ട് പണി കൊടുക്കുന്ന വരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജൂതന്മാർക്ക് ഇത്രമാത്രം പണി കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതിന് ശേഷമാണ്. അതോടുകൂടി നാസിസം അവർക്ക് പേടിയായി തുടങ്ങി. അങ്ങനെ പേടിയായി തുടങ്ങിയപ്പോൾ നാസിസത്തെ നേരിടാൻ റഷ്യയാണ് സത്യത്തിൽ റഷ്യ ഇല്ലായിരുന്നെങ്കിൽ ലോകം ഹിറ്റ്ലർ ഭരിക്കുകയായിരുന്നു. ഇന്ത്യക്ക് ഹിറ്റ്ലർ ഭരിക്കുകയായിരുന്നു. ഹിറ്റ്ലർ ഭരിച്ച ഇന്ത്യക്ക് അതൊക്കെ ഗുണമായിരുന്നു കേട്ടോ. അയാൾക്ക് ഭയങ്കര ഇന്ത്യൻ ഫാനായിരുന്നു. ആര്യന്മാരുടെ വംശാവലിയിൽപ്പെട്ട ആളുകളാണല്ലോ ഇന്ത്യക്കാർ. അപ്പോൾ ഇന്ത്യയിലെ ഇവിടെയുള്ള ഉത്തരേന്ത്യക്കാരായ ഈ നമ്മൾ ജനറ്റിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആൻസിസ്ട്രൽ നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. വെളുത്ത് ഹൈറ്റ് കൂടി യൂറോപ്യൻ ലുക്കുള്ള ആളുകൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ തന്നെ അവർ ഈ ഒരു ആര്യൻ ആൻസിസ്റ്ററിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നു. ബാക്കി കറുത്ത് ഹൈറ്റ് കുറഞ്ഞ് ചുള്ളം മുടിക്കാരെ കാര്യം അടിമകളായി പോയത്. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു പക്ഷേ കൂടുതൽ ഗുണകരമാകാനാണ്. അയാൾ ഈ ഇന്ത്യയുടെ വലിയൊരു റെസ്പെക്ട് ആരാധകനായിരുന്നു ഹിറ്റ്ലർ. ഇപ്പോഴല്ല നിങ്ങൾക്ക് ഹിറ്റ്ലർ വില്ലനായത്, അന്ന് ഹിറ്റ്ലർ നായകനായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പം കമ്മ്യൂണിസത്തോടുള്ളത് മാത്രമല്ല. ഞാൻ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് സമയത്ത് ഇവർ അമേരിക്കക്കാർ കൊടുത്ത വിമാനത്തിന് റീ എഞ്ചിനീയർ ചെയ്താണ് റഷ്യ ഈ പറയുന്ന ഗംഭീര ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ പിന്നെ ഉണ്ടാക്കിയത്. അമേരിക്ക കൊടുത്തതാണ്. വെസ്റ്റേൺ ടെക്നോളജീനെ അവർ റീ എഞ്ചിനീയർ ചെയ്തു. പിന്നെ അതിലൊരു എക്സൽ ചെയ്തു. അമേരിക്കനെ മുഴുവൻ ഞെട്ടിച്ചളഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഫണ്ട് അതിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് റഷ്യ ആ രീതി എക്സൽ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അമേരിക്കയും ഇവരും തമ്മിൽ ഉള്ള സാമ്പത്തിക ഘടനയും പ്രത്യയശാസ്ത്രത്തിലുള്ള വ്യത്യാസം, രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തിലുള്ള വ്യത്യാസം വന്നതോടുകൂടി അവരെ പോയി പ്രശ്നമൊന്നുമില്ല കാര്യമായിട്ട്. പിന്നെ അമേരിക്കയ്ക്ക് ഒരു പേടിയുണ്ട്. അമേരിക്ക എന്ന സമയത്ത് ലോകം മൊത്തം അവരുടെ സ്വാധീനം എങ്ങനെ കൂട്ടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവർ വീക്കായതുകൊണ്ട് അമേരിക്ക അടുത്ത രാജ്യങ്ങളൊക്കെ നാറ്റോയിലേക്ക് പിടിച്ചിട്ടു. അങ്ങനെ പിടിച്ചിട്ട് ഉക്രൈനിലെത്തിയപ്പോൾ പ്രശ്നം മാറിയത്. അങ്ങനെ ഉക്രൈനിലെത്തിയ പ്രശ്നം മാറിയ സമയത്ത് വേറെയും അമേരിക്ക അങ്ങനെ സമഗ്രാധിപത്യം എന്നുള്ളൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ട്രംപ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ട്രംപിനെ സംബന്ധിച്ച് റഷ്യനെ എന്തുകൊണ്ടോ അങ്ങനെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അപസർപ്പക കഥകൾക്ക് കൂടാം. എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത്. അല്ല, ഇപ്പോൾ പെൻറ്റഗണിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെയ്ഗ്. അതായത് റഷ്യക്കെതിരായ എല്ലാ നീക്കങ്ങളും, സൈനിക നീക്കങ്ങളും ഈ സൈബർ അടക്കമുള്ള മേഖലയിൽ
എല്ലാം അല്ല, നിർത്തിവെക്കാൻ. ഇതുകൊണ്ടാണ് ഒന്ന് അവർ തമ്മിലുള്ള പ്രശ്നം അതായിരുന്നു, ഈ പൊളിറ്റിക്കൽ. അതോടുകൂടി അതില്ലാതെ രണ്ടാമത്തെ അമേരിക്കയുടെ ഗ്ലോബൽ റീച്ച് കൂട്ടുക എന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മിലിറ്ററി എക്യുപ്മെന്റ് അതിൻ്റെ കച്ചവടത്തിൽ ഇന്റർനാഷണൽ രണ്ട് പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് ഒന്ന് അമേരിക്ക ഒന്ന് റഷ്യയാണ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് റഷ്യക്ക് ഇനിയിപ്പോൾ ഒന്നാമത്തെ ശക്തിയാകാനുള്ള പരിപാടിയൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ശക്തമാക്കണം, അവരാരും തുടരല്ലോ. ലോക മേധാവിത്വം സ്ഥാപിക്കണം എന്ന് റഷ്യക്ക് അവരുടെ താല്പര്യങ്ങൾ ഇത്രേ സംരക്ഷിക്കണം. ഉള്ളൂ. ആ താല്പര്യം ഇപ്പോൾ ചൈനയ്ക്കാണുള്ളത്. കാരണം ചൈന ബിസിനസ്സും ഈ പൊളിറ്റിക്കൽ പവർ ഒരുമിച്ചാണ് പോകുക. ഇവർക്ക് റഷ്യക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ബിസിനസ് താല്പര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഒത്തിരി മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വെക്കണം. അവരുടെ മാർക്കറ്റ് വളരെ പവർഫുള്ളാണ്. കാരണം അവരുടെ ചീപ്പർ ആയിട്ടുള്ള സാധനങ്ങളാണ്, എന്നാൽ ക്വാളിറ്റിയും കൊള്ളാം. അമേരിക്കയിലെ എക്സലൻറ്റ് സാധനങ്ങളാണ്, ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ നമുക്കൊക്കെ വെച്ച് നമുക്ക് ചൈനേനെയൊക്കെ നേരിടാൻ അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ നേരിടാൻ റഷ്യൻ സാധനങ്ങൾ തന്നെ ധാരാളമാണ്. അത് നമ്മൾ പല യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ. ചൈന ഉപയോഗിക്കുന്ന റഷ്യൻ ടെക്നോളജി റീ എഞ്ചിനീയർ ചെയ്താണ്. അത് ഏതാണ്ടൊക്കെ പറഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ചൈനയായിട്ട് ഇപ്പോൾ മുട്ടിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതിനും ഭേദം രണ്ട് രാജ്യങ്ങൾ അണവായുധ രാജ്യങ്ങളായതുകൊണ്ട് ന്യൂക്ലിയർ ഡിറ്ററൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പേടിക്കാൻ പാടില്ല. പരസ്പരം ഒരു വലിയ വെല്ലുവിളിയാണ്. പരസ്പരം വെല്ലുവിളി ഇവർക്ക് രണ്ടുപേർക്ക് അറിയാം. ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് ആളുകളും മടിക്കും. അവരെപ്പോഴും ഒരു വെടിനിർത്തലിലായിരിക്കും. കാരണം അത് കൈവിട്ടു, തുടങ്ങിക്കഴിഞ്ഞാൽ കൈവിട്ടു. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് അതിന് പോയില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ റഷ്യനെ സംബന്ധിച്ച് ഇനി ഇസ്രായേൽ പോലെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് അവരാരും തുടരില്ല. അവർക്ക് ലിമിറ്റഡ് ആയ താല്പര്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യ ആയിട്ടുള്ള ആയുധ കച്ചവടം. ഇനി ഇതിലൊന്നും അധികം കയറിയിട്ട് തലയിടാൻ നിൽക്കരുത്. ഇത്രയും പിന്നെ അവരുടെ ചുറ്റും വന്നിട്ട് ചോയാൻ നിൽക്കരുത്. ഈ നാറ്റോയുടെ മിസൈലുകളൊക്കെ ഉണ്ട്, ഇത്രയും അവർക്കുള്ളൂ. ഈ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു അടുപ്പത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വെടിനിർത്തലിനെ ചൈന എങ്ങനെയായിരിക്കും സമീപിക്കുക? എങ്ങനെയാണ് ചൈന അതിനെ? അല്ല, ചൈനയ്ക്ക് ആയിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം. ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് റഷ്യയ്ക്കും അറിയാം. ഇവരെ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമാണ് അവർ ഒരു അതിഥി തർക്കത്തിൻ്റെ പേരിൽ റഷ്യയായിട്ട് യുദ്ധം ചെയ്തത്. അവസാനം ആ പ്രദേശം റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. റഷ്യ 90s വളരെ വീക്കായിരുന്നല്ലോ. അപ്പം വിട്ടുകൊടുക്കേണ്ടി വന്നു അവർക്ക്. അപ്പം ചൈനയ്ക്ക് ഒരു ഗ്ലോബൽ അംബിഷൻ ഉണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നാൽ ചൈനയ്ക്ക് അത് വലിയ പ്രശ്നമായി. ചൈന കുറേ കളിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം റഷ്യയുടെ ബാക്കിങ് ഉണ്ടാവുമല്ലോ എന്ന് പറയും, റഷ്യയുടെ സപ്പോർട്ട്. അപ്പോൾ അമേരിക്കയും റഷ്യയും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സപ്പോർട്ട് ഉണ്ടാവില്ല. മാത്രമല്ല ഇവർക്ക് ഒരുപാട് മിലിറ്ററി എക്സ്പെൻഡിച്ചർ രണ്ട് കൂട്ടർക്കും വെട്ടിക്കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി അമേരിക്കയ്ക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റും. അതൊക്കെ സ്വാഭാവികമായിട്ടും ട്രംപ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിലേക്ക് അല്ല ആഭ്യന്തര പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ, അങ്ങോട്ട് ഫണ്ട് റീ അലോക്കേറ്റ് ചെയ്യാനും പറ്റും, ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു വലിയൊരു ഗുണമാണ്. സത്യത്തിൽ ഇവർ തമ്മിൽ ഇങ്ങനെ കൊമ്പ് നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. രണ്ടുപേരും ക്യാപിറ്റൽ. ഇപ്പോൾ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ട് തന്നെ അമേരിക്ക കരുതിയിരുന്നത് റഷ്യ, ചൈന, ഇറാൻ ഇവരെയാണ്. അതിലിപ്പോൾ റഷ്യ ഒരു വലിയ അല്ല, റഷ്യനെ ഈ 90s ശേഷം അവർ കണ്ടിട്ടില്ല. അതിനുശേഷം അവർ കണ്ടത് ലിബിയ, നോർത്ത് കൊറിയ ആൻഡ് ക്യൂബയായിരുന്നു, പ്ലസ് ഇറാഖ്. ഇതായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ലിബിയപ്പല്ല, സിറിയപ്പല്ല, ഏതാണ്ട് തകർന്ന് വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ ക്യൂബയാണ് ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് പാതയിലാണ്. അമേരിക്കയിൽ ബന്ധം മെച്ചപ്പെടുത്തി. ക്യൂബയിലൊക്കെ കൊടുത്ത അടുത്ത കാര്യത്തിന് ഒരുപാട് ഡോക്ടർമാരുണ്ടെന്ന് ശരിയാണ്. ഡോക്ടർമാരുണ്ടായിട്ടും ചികിത്സിക്കാൻ രോഗികളുണ്ടായിട്ടും മാത്രം കാര്യമില്ലല്ലോ. അതെ, ചികിത്സിക്കാനുള്ള പണവും വേണം. പണവും വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ കഴിഞ്ഞ് പിന്നെ ഇറാനാണുള്ളത്. ഇറാൻ്റെ കാര്യം ഇസ്രായേൽ നോക്കിയുള്ളൂ. അപ്പോൾ അമേരിക്ക കമ്പാരിറ്റീവ്ലി സേഫായ ഒരു കാലഘട്ടമാണ് അമേരിക്ക. ഇനി ചൈനയുമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇനി ക്ലിയർ ആകേണ്ടത്. ചൈനയായിട്ട് അതൊരു വ്യാപാര യുദ്ധം നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, റഷ്യനെയും കൂടി. അപ്പോൾ ചൈന ഒറ്റപ്പെട്ടു. ഇന്ത്യ തന്നെ പക്ഷേ ഒരു ട്രേഡ് വാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അമേരിക്ക, ചൈന. അല്ല, അത് കണ്ടിന്യൂ ചെയ്യപ്പെടും. ട്രേഡ് വാർ അവർക്ക് രണ്ടുപേരും ഗ്ലോബൽ ഡോമിനൻസ് വേണം. ചൈനീസ് പ്രൊഡക്ട്സ് വന്നതുകൊണ്ട് അമേരിക്കൻ പ്രൊഡക്ട്സ് പല മാർക്കറ്റിൽ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇത് ചീപ്പർ പ്രൊഡക്ട്സ് ആണ്. അതെ, പിന്നെ ഇപ്പം ചൈനീസ് പ്രൊഡക്റ്റ് BYD എന്നുള്ള കാരണമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഇവിടെ തന്നെ വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ക്വാളിറ്റി അവർ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചീപ്പ് ഗുഡ്സ് ആയിരുന്നു തോന്നുന്നുണ്ട്. അത് ജപ്പാനുണ്ടായി ചീപ്പ്. പണ്ടത്തെ കാസിയോ വാച്ച് ഗൾഫുകാർ ഫ്രീ ആയി തരുന്ന വാച്ചില്ലേ, കാസിയോന്റെ വലിയ G-Shock എന്നൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ലോറ എറിയാലൊന്നും ആവില്ല. പക്ഷെ നമ്മളാണ് ഗൾഫിന് വിട്ട് കൊണ്ടുതരുന്ന സാധനം ഒരു വർഷം കഴിഞ്ഞ് കേടാവുകയാണ്. ഇതിന്റെ ബാറ്ററിയൊക്കെ അങ്ങ് പോവുകയാണ്. അതേപോലെ ചൈനയിൽ ആദ്യം വന്നിട്ട് അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു. ഇപ്പം നല്ല പ്രൊഡക്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യാപാര യുദ്ധം കണ്ടിന്യൂ ചെയ്യും. അതിൽ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയും കൂടി അതിൽ എൻ്റർ ചെയ്യും. റഷ്യ വൻതോതിൽ അതിൽ എൻ്റർ ചെയ്യില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ അമേരിക്ക. ജപ്പാൻ ഇപ്പം റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുക അത്തരം മേഖലകളിൽ നിന്നൊക്കെ. ജപ്പാൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം
ആ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നല്ലാതെ വേറെ രീതിയിലുള്ള എസ്കലേഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രം എസ്പെഷ്യലി റഷ്യയും കൂടി ഒരു അമേരിക്കൻ സ്ട്രോങ് ആയിട്ട് പിന്നെ ഫ്രണ്ടായി മാറുമ്പോൾ, തിക് ഫ്രണ്ട്സായി മാറുമ്പോൾ ചൈന ഒന്ന് പതുങ്ങും. അതിനൊന്നുള്ള ശേഷിയൊന്നും ചൈനയ്ക്കില്ല. 2 ഭാഗത്തും 3 ഭാഗത്തും കൂടെ അക്രമം വന്നു കഴിഞ്ഞാൽ. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ കാര്യം ഇന്ത്യ പേടിക്കണം. കാരണം അമേരിക്കയിലെ മറ്റേ ഒരു സാധനമുണ്ട്. നിങ്ങൾ രാജീവ് ഭാർഗവേ എന്താണ് പേര്, കാര്യമുണ്ട്, മൽഹോത്രേ, അജീവ് മൽഹോത്രേ, ആ ഒരു അർബൻ നെക്സൽ എന്നുള്ളതൊക്കെ കോയിൻ ചെയ്ത് പിന്നെ അമേരിക്കൻ RSS ഉണ്ടല്ലോ, പേര് മറന്നു അറിയാലോ. അങ്ങനെ ഈ പറഞ്ഞ സാധനം അവിടെ സ്ട്രോങ് ആണ്. അവിടെ ആന്റി ഇന്ത്യൻ പഠിപ്പിക്കുന്ന ഒരുപാട് മതപഠനശാലകളുണ്ട് അമേരിക്കയിൽ. അവരടുത്ത ടാർഗറ്റ് ഇന്ത്യയാണ്. ഇത്തിരി വലിയ പോപ്പുലേഷൻ. ഹിന്ദുക്കളെ മതം മാറ്റാൻ എളുപ്പമല്ലേ? ഹിന്ദുക്കൾ മതം മാറ്റാൻ ഇത് സംഘടിതമായില്ലേ. ഇപ്പോൾ RSS ഉള്ളതുകൊണ്ടാണ് അധികം നടക്കാത്തത്. കാരണം RSSന് ഈ സെമിറ്റിക് മതങ്ങളെ പോലെ തന്നെ ശക്തമായ ചട്ടക്കൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതല്ല അവർക്ക് അതിനുള്ള പവറുമുണ്ട്. അതെ. പക്ഷെ ഇവരുടെ അടുത്ത ടാർഗറ്റ് ഇന്ത്യയാണ്. ആ ടാർഗറ്റ് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും പോലെ എത്ര നിസ്സാരമല്ല. 50 വർഷത്തേക്കുള്ള ടാർഗറ്റ് ഒന്നല്ല, അത് 500 വർഷം 1000 വർഷത്തേക്കുള്ള ടാർഗറ്റാണ്. അവിടെയാണ് അടുത്ത പ്രശ്നം കിടക്കുക. അവിടെയാണ് അവർ ബാക്കി എല്ലാ ശത്രുക്കളെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ അവർക്കൊരു പൊളിറ്റിക്കൽ ശത്രുവല്ല, സാമ്പത്തിക ശത്രുവായി ഭാവിയിൽ മാറിയേക്കാം. പക്ഷേ കൾച്ചറലായിട്ടുള്ള അവരുടെ അജണ്ടയ്ക്ക് ഇന്ത്യ വലിയൊരു തടസ്സമാണ്. ഇനി ഫിനിഷ് ചെയ്യാനുള്ളതൊന്നും നോർത്ത് കൊറിയനെ ഫിനിഷ് ചെയ്യില്ല. കാരണം അവിടെ ആറ്റം ബോംബുള്ളതുകൊണ്ട് കളിക്കില്ല. അവിടെ 2 ഇന്ത്യയാണ്. ഇന്ത്യയോട് അത്ര എളുപ്പം കളിക്കില്ല. പക്ഷെ മറ്റേ അജണ്ട നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ, അത് എനിക്ക് വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. എങ്ങനെ ഇത് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യും. ഇവിടെ മോഡിയല്ല ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ, സ്പെഷ്യലി BJP ഗവൺമെൻറ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും. ഈ പുതിയ വെല്ലുവിളി ഇതവർക്ക് അറിയാം. അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നു. ഈ ഒരു മോഡി അല്ലെങ്കിൽ BJP ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ അവർ ഈ നിലപാടുമായിട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകും, അത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രം കൂടുതൽ തെളിയേണ്ടതുണ്ട്, ഒബ്സർവ് ചെയ്യണം. അത് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം 2 കൂട്ടർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതയില്ല. 2 ഡിലേ ചെയ്യിക്കുന്നല്ലാതെ. ഇപ്പോൾ മോഡി ഗവൺമെൻറ് പലതും ചെയ്യണമുണ്ട്. മൈനോറിറ്റി റൈറ്റ്സ് എടുത്ത് കളയണമെന്നുണ്ട്. ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോഡി തന്നെ, ഞാൻ വിക്രം സമ്പത്തും ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തീവ്ര ഹിന്ദുത്വവാദി ഉണ്ട് കർണാടകയിൽ. അയാളും നമ്മുടെ ഡിബേറ്റ് ഉണ്ട്. അതിൽ വിക്രം സമ്പത്തിനോട് ബാലകൃഷ്ണൻ എഴുതിയിരുന്നു, എന്തുകൊണ്ടാണ് ഈ മൈനോറിറ്റി റൈറ്റ്സ് ഒന്നും എടുത്തു കളയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വിക്രം സമ്പത്ത് പറയുന്നു, 3ാമത്തെ ടൈം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മോഡി പറഞ്ഞു എന്നാണ് RSSൻ്റെ കാര്യം പറയുന്നത്. കാരണം വെച്ചാൽ തൊട്ടാ പ്രശ്നമാവും എന്ന് അക്കോർഡിംഗ് അവരുടെ ടോക്കെന്ന് ഞാൻ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കാൻ സാധിക്കും. കാരണം അത് നിലനിർത്തണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൈകാര്യം ചെയ്യേണ്ട ഒരു മുസ്ലിംസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല. മൈനോറിറ്റി ആയിട്ട് മുസ്ലിംസാണ് ഈസിലി ഇപ്പോൾ വഖഫ് എടുത്ത് മാറ്റിക്കളയും. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ അതിനൊക്കെ ലോകത്ത് ആരും ചോദിക്കാൻ, ഇപ്പോൾ സൗദി അറേബ്യ പോലും കൺസേൺഡേ അല്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ പറ്റി. അതുപോലെയല്ല മുത്തലാഖിന്റെ കാര്യത്തിൽ തെളിഞ്ഞതാണല്ലോ. വേറെ ചിലർ തൊട്ട് കഴിഞ്ഞാൽ അതുപോലല്ല. അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.